ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഈവനിങ് വൈബാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ എക്സാം കഴിഞ്ഞിട്ടൊന്ന് പിള്ളേരെ കൊണ്ട് പുറത്തേക്ക് പോകണ ഒരു ദിവസമാണ് കേട്ടോ. പിള്ളേരിനെ കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് കളിക്കാൻ പറ്റണ രീതിയിലൊക്കെ ആവണ ഒരു സ്ഥലമാവണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് കോട്ടപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ കൃഷ്ണൻകോട്ട പാലം. അപ്പോൾ ഈ കോട്ടപ്പുറത്ത് എത്തിക്കഴിഞ്ഞിട്ട് പിള്ളേർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ കളിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പിള്ളേരെയും കൊണ്ടിങ്ങനെ ഒറ്റയ്ക്ക് വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് കേട്ടോ കോട്ടപ്പുറത്തേക്ക് ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഞാൻ ചേട്ടൻ്റെ കൂടെ മാത്രമേ ഇവിടേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളും അവിടെ നിന്നിട്ട് ഊഞ്ഞാലൊക്കെ ആടിയിട്ടാണ്. ഒരു ആലുമ ഇങ്ങനെ ഊഞ്ഞാല കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് ഒടിഞ്ഞു പോകുമെന്ന് മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് കേട്ടോ കോട്ടപ്പുറത്തൊരു വൈബ്. നമുക്ക് സ്വസ്ഥതയും സമാധാനത്തോടു കൂടിയൊക്കെ വൈകിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കേട്ടത്. പിന്നെ ദേ ഇവിടെ ബൊഗേൻവില്ലയും കണിക്കൊന്നയും കൂടി ഒരുമിച്ച് പൂവിട്ട് ഇങ്ങനെ നിൽക്കണ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ആർട്ട് വർക്കുകൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് പൊറിഞ്ചുമറിയൻ ജോസ് സിനിമയിലെ മറിയത്തിൻ്റെ വീട് കേട്ടോ. ഞങ്ങളിവിടെ കോട്ടപ്പുറത്ത് പോവാമെന്നാണ് പറയാറ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോൻ്റെ ആദ്യം ഞാൻ കോട്ടപ്പുറത്ത് പോകാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് കൊടുങ്ങല്ലൂരിൻ്റെ അടുത്തുള്ള കോട്ടപ്പുറം മുസ്രീസ് പാർക്കാണ് കേട്ടത്. ഈ പാർക്കിൻ്റെ ഒരറ്റത്തായിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലം, പിന്നെ ഒരറ്റത്തായിട്ട് നമുക്ക് ഇങ്ങനെ നടന്ന് പോയിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ കുറ്റികൾ പോലെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ കുറച്ച് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി ഇങ്ങനെ ഇരിക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ഒരു തുരുത്തൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ട് പാലത്തുമേ കൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ പോണ കാണാം കേട്ടോ. അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇതാണ് കേട്ടോ കോട്ടപ്പുറം ചന്ത. ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് ചന്തയുടെ തലേ ദിവസമായിട്ട് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ അട്ടിയിട്ടൊക്കെ വെച്ചേക്കണ കാണാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ പിള്ളേർക്ക് വിശക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് മന്തി കഴിക്കുകയാണെങ്കിൽ അൾട്രീമിൽ നിന്നാണ് കേട്ടോ കഴിക്കുക. ഇവിടുത്തെ മന്തി അടിപൊളി മന്തിയാണ് കേട്ടോ.